കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവ ചിന്തയ്ക്കായി നാം തുടർമാനമായി ധ്യാനിച്ചു വരുന്ന ദൈവഭാവം വീണ്ടും വായിക്കാം. യൂദാ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്ന. ഒരു പ്രാവശ്യം കൂടെ എക്സ്റോസ് മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ തിരുസനിലേക്ക് കടത്തി വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇനി പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് സകലത്തെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാണമേ. നാമത്തെ മഹത്വപ്പെടുന്നവയെ കേൾക്കുന്ന വചനം ആർക്കും ശിക്ഷാവധിക്ക് കാരണമാകാതെ അങ്ങ് പരിപാലിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. മഹത്വം അങ്ങേക്ക് തീർന്നു. യേശു മൂലം അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. ആമേൻ. ദൈവത്തിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ദൈവം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തുടർമാനമായ എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയുടെ ഈ പേജിൽ അനേക കർത്തദാസന്മാർ ദൈവം സംസാരിക്കുന്നുണ്ടോ. അതിൻ്റെ കേൾവിക്കാരായ എല്ലാവരെയും ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം വായിച്ചതായ വേദഭാഗത്ത് അപ്പോസ്തലനായ യൂദാ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു ദൂതാണ് ഈ ലേഖനം. ആകെ 25 വാക്യങ്ങളെ അതിനുള്ളൂ. പക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ ഭാഗങ്ങൾ ഇതിനകത്ത് സ്പർശിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു ലേഖനങ്ങളിലോ സുവിശേഷങ്ങളിലോ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളെ എഴുതുവാൻ തക്കണം ദൈവം തന്റെ ദാസനായ യൂദായെ ഉപയോഗിച്ചു. വളരെ വേദനയോടെ ഭാരത്തോടെയാണ് യൂദാ ഈ ലേഖനം എഴുതുന്നത്. എന്തെങ്കിലും എഴുതി തീർക്കാൻ വേണ്ടിയല്ല, എല്ലാവരെയും ഒന്ന് ഗ്രീറ്റ് ചെയ്ത് പൊതുവിൽ ആഗമാന സഭയ്ക്ക് ഒരു ദൂത് എഴുതി അവസാനിപ്പിക്കാനാണ് യൂദാ താല്പര്യപ്പെടുന്ന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യൂദായെ അതിന് സമ്മതിച്ചില്ല. നാം കാണുന്നത് അതിന് സമാനമായ കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ, അതായത് അപ്പോസ്തലന്മാരുടെ നടപടിക്രമങ്ങളിൽ പൗലോസും ശീലാസും താല്പര്യപ്പെട്ടു വിവിധ സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സുവിശേഷം അറിയിക്കുവാൻ. അതിനുവേണ്ടി അവർ താല്പര്യത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അവര് ബന്ധപ്പെട്ടു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ തടഞ്ഞു. ക്ഷമിക്കണമേ. നമ്മളിങ്ങനെ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുത് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. അപ്പൊ ആസിയിൽ സുവിശേഷം അറിയിക്കുവാൻ പൗലോസും ശീലാസും താല്പര്യപ്പെട്ടു, ബന്ധപ്പെട്ടു, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസെ, ശീലാസെ, നിങ്ങൾ ആസിയിൽ പോയി പ്രസംഗിക്കേണ്ട. അങ്ങനെ വന്നപ്പോൾ അവിടെ കാണുന്നത് അവർ ഫ്രുഗിയിലും ഗലാത്യയിലും കൂടി സഞ്ചരിച്ച് മൂസിയിലെത്തിയിട്ട് മിഥുനയ്ക്ക് പോകാൻ സാധിക്കും. മിഥുനയിൽ ചെന്ന് സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങണം താല്പര്യം. പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വഴിക്ക് പോയില്ല. എന്നാൽ മറ്റു വഴിക്കല്ല, പിന്നത്തേന് അവരുടെ ലക്ഷ്യം കിട്ടിയവർക്ക് മിഥുനിയ അങ്ങൊരു താല്പര്യം വന്നു. അത് പ്രകാശനമെന്നല്ല, അവരുടെ ബുദ്ധിയിൽ തോന്നി. അവർ രണ്ടാളോട് തീരുമാനിച്ചു എന്നാൽ മിഥുനയ്ക്ക് പോകാം. അങ്ങനെ സഞ്ചരിച്ച് മിഥുനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ അടുത്ത് കാണുന്നത് യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അങ്ങനെ അവർ മൂസിയ കടന്ന് ത്രോവാസിലെത്തി. അവിടെ പാർക്കുക. യൂദാ ഇതുപോലെ തന്നെയാണ്
പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യൂദായെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ എഴുതുവാനല്ല താല്പര്യപ്പെട്ടു തുടങ്ങിയത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, അതിനെക്കുറിച്ച് എഴുതുവാൻ ദൈവാൽ പരിശുദ്ധാത്മാവ് യൂദായെ പ്രചോദിപ്പിച്ചു. നാം വായിച്ചു വന്ന ബാക്കി ഭാഗം ഇങ്ങനെയാണ്. ത്രോവാസിലെത്തി. അവിടെ പാർക്കുമ്പോൾ അവിടെ വെച്ച് രാത്രിയിൽ പൗലോസ് ഒരു ദർശനം കാണുകയാണ്. മക്കദോനിയക്കാരനായ പുരുഷൻ അരികിൽ നിന്നും, നീ മക്കദോനിക്ക് കടന്നു ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോനിയയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. പൗലോസിന്റെയും ശീലാസിന്റെയും താല്പര്യം 1-2 പ്രദേശങ്ങളായിരുന്നു. ആ താല്പര്യം വെച്ച് അവർ വീട്ടിലിരിക്കുകയല്ലേ ചെയ്ത് അതിനുവേണ്ടി ബന്ധപ്പെട്ടു. ആ ബന്ധപ്പാടുകൾ നടുവിൽ പരിശുദ്ധാത്മാവ് തടഞ്ഞു, അങ്ങോട്ട് പോകണ്ടാകും. അതുകൊണ്ട് അവർ തുടങ്ങിയെടുത്ത് നിൽക്കുകയല്ല, പിന്നെ യാത്ര ചെയ്യുക. മൂസ്യ വഴി ത്രോവാസിൽ എത്തി. അവിടെ വെച്ചാണ് ഒരു മക്കദോനിയ വിളി പൗലോസിന് ലഭിക്കുന്നത്. ആയതുപോലെ യൂദായും ലേഖനം എഴുതുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് നിർത്തിയില്ല, മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ശക്തമായൊരു ദൂത് എഴുതുവാൻ യൂദായ്ക്ക് സാധിച്ചു. അവിടെ യൂദാ ചെയ്തതാണ്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നമ്മുടെ പക്കൽ ലഭിച്ചിരിക്കുന്നതായ ഈ വിശ്വാസം അന്ത്യത്തോളം കൊണ്ട് എത്തുവാൻ തക്കവണ്ണം, അത് നിലനിർത്തി പോകുവാൻ തക്കവണ്ണം എളുപ്പമല്ല ഏതൊരാൾക്കും. വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ഏതൊരാൾക്കും വിശ്വാസത്തിന്റെ നൗക, വിശ്വാസത്തിന്റെ തോണി, ആ തോണിയിൽ അക്കരനാട് എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനിടയ്ക്ക് ഓളങ്ങൾ, തിരമാലകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ എന്തെല്ലാം വന്നു ഭവിക്കാമോ ഇതെല്ലാം ഭവിക്കും. നഷ്ടം, കഷ്ടം, മരണം, രോഗം, ദുഃഖം, വേർപാട്. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ അകത്തുനിന്ന് പുറത്തുനിന്ന് യുദ്ധം, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത് എന്ന് വേണ്ട എല്ലാ തരത്തിലും പ്രശ്നങ്ങളിൽ കൂടെ തന്നെ കടന്നു പോകും. എന്നാൽ പൗലോസ് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്, ഈ കഷ്ടങ്ങളൊന്നും എനിക്ക് സാരമില്ല എന്ന് പറഞ്ഞാൽ പറയുകയാണ്, എൻ്റെ ഈ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ചങ്ങലയോ ഇനി ഉയരമോ ആഴമോ എന്തു വന്നാലും എന്നെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ പക്കൽ ഞാൻ പ്രാപിച്ച ആ വിശ്വാസമൊന്നും ഞാൻ മാറിപ്പോകുകയില്ലെന്ന് പൗലോസ് ഉറയ്ക്കുവാൻ തക്കൊണ്ട് ഇവിടെയായിത്തീർന്നു. വേറെ പുസ്തകത്തിൽ വിശ്വാസം വിട്ടുപോകുവാൻ അവസരങ്ങൾ ലഭിച്ചു, അങ്ങനെ പോയ വളരെയേറെ പേരുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നിന്നു പോകുവാൻ തക്കണം. പലരുടെയും മനസ്സ് മടുപ്പിക്കുന്ന, ജീവിതം മടുപ്പിക്കുന്ന വിഷയങ്ങൾ കടന്നു. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് അന്നുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു. ഇതാ ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തീരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ തന്നെ പലരും വിശ്വാസം വീണുപോയി, ഇടറിപ്പോയി. അതിൽ പ്രമുഖനാണ് കർത്താവിനെ സ്നാനപ്പെടുത്തിയതായ യോഹന്നാൻ സ്നാപകൻ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ഇങ്ങനെ കാണുന്നത്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ദൈവം അയച്ചിട്ട് വന്നതാണ്, ദൈവമാണ് അയച്ചത്. അവന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യോഹന്നാന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതല്ല. സഖറിയ പുരോഹിതന്റെ കാലശേഷം ധൂപക്കുറ്റി വീശുവാൻ ആലയത്തിനകത്ത് ശുശ്രൂഷിക്കാൻ ഒരു പുരുഷ തലമുറയ്ക്ക് വേണ്ടിയാണ് സഖറിയ പുരോഹിതനും എലിസബത്തും പ്രാർത്ഥിച്ചത്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കിട്ടിയത് യോഹന്നാൻ സ്നാപകനെയാണ്. വലിയ പ്രതീക്ഷ അവർ പുലർത്തിയപ്പോൾ യോഹന്നാനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വൻകാര്യങ്ങൾ അന്ന് പറയുവാനിടയായിരുന്നു. യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്, അവൻ വലിയവനാകും,
മറ്റൊന്ന്, മദ്യം കുടിക്കത്തില്ല, വീഞ്ഞു കുടിക്കത്തില്ല. വളരെയേറെ പേർക്ക് ആശ്വാസവും അനുഗ്രഹമായി ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, യോഹന്നാനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനൊരു മകനെ കുറിച്ചല്ല, അതിനു വേണ്ടിയിട്ടല്ല താല്പര്യപ്പെട്ടത്. തങ്ങളുടെ കാലശേഷം ദൈവസന്നിധി ആലയത്തിൽ, യെരൂശലേം ദേവാലയത്തിൽ നിന്നിട്ട് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതനെയാണ് അവർക്ക് ആവശ്യം. അപ്പന് പകരം മകൻ, അപ്പന് പകരം മകൻ, അപ്പന് പകരം മകൻ. അങ്ങനെ സഖറിയാവിന്റെ പിതാവിന് സഖറിയാവിനെ ലഭിച്ചപ്പോൾ എനിക്ക് ഒരു മകനെ വേണം, ഞങ്ങൾക്കൊരു മകനെ വേണം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് കിട്ടിയ മകനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഖറിയ പുരോഹിതനോട് പറഞ്ഞതായ കാര്യം ഇതാണ്: സഖറിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ദൂതനെ കണ്ട് ഭയവിഹുലനായ പുരോഹിതനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയുകയാണ്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നതായ ഈ പുരോഹിതന് സന്തോഷവും ഇല്ല, ഉല്ലാസവും ഇല്ല. എന്താ കാരണം? ശുശ്രൂഷ നിവർത്തിക്കുന്നുണ്ട്, പക്ഷെ സന്തോഷമില്ല. എന്താ സന്തോഷമില്ലാതെ? തനിക്ക് ശേഷം ശുശ്രൂഷ ചെയ്യുവാൻ ഒരാൺപ്രതയില്ലല്ലോ എന്ന ദുഃഖം അദ്ദേഹത്തിനുണ്ട്. അതില്ലാത്തതുകൊണ്ട്, ദുഃഖമുള്ളതുകൊണ്ട് സന്തോഷമില്ല. എന്നാൽ ഇവിടെ പറയുന്നത്, നിനക്ക് മകൻ ലഭിക്കുമ്പോൾ ആ മകന്റെ ജനനത്തെങ്കിൽ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അത് നിനക്ക് മാത്രമല്ല, അവിടെ പറഞ്ഞ അവന്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കും. പ്രിയമുള്ളവരെ, അതിനൊരു അനുച്ഛേദനം പറയട്ടെ. ഇന്ന് പലരുടെയും ജനനത്തെങ്കിൽ മുൻപ് സന്തോഷിച്ചാണ്, ഇന്നിപ്പോ സന്തോഷമൊന്നുമില്ല. ഇടയ്ക്ക് അറിയാതെയെങ്കിലും അയ്യോ ഇവൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന തലമുറകളെ ഓർത്ത് ദുഃഖിക്കുന്നവരെ നമ്മൾ കാണുന്നു. ഇവിടെ പറയണ, നിനക്ക് സന്തോഷം മാത്രമല്ല, നിനക്ക് മാത്രമല്ല മറ്റു പലർക്കും സന്തോഷം ഉണ്ടാകും, നിലനിൽക്കുന്ന സന്തോഷം ഉണ്ടാകും. എന്നിട്ട് അവനെക്കുറിച്ച്, യോഹന്നാനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗം ഇതാണ്: അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. മനുഷ്യനെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ വലിയവനാകുവാൻ, വലുതാക്കുവാൻ വളരെയേറെ പേർ ബന്ധപ്പെടുന്നുണ്ട്. അപ്പനും അമ്മയും ഒക്കെ അങ്ങനെ ബന്ധപ്പെടും. എൻ്റെ മകൻ മിടുക്കനാണ്, ഏതൊരു സാധനവും അഴിച്ച് പൊളിച്ച് അത് പിന്നെ നന്നാക്കിയെടുക്കുന്നത് എൻ്റെ മകന് കഴിവുണ്ട്. പാട്ടുകാരനാണ്, പ്രസംഗിക്കുന്നവനാണ്, പണം വരയ്ക്കുന്നവനാണ്, നന്നായി പഠിക്കുന്നവനാണ്, ചെറിയ പ്രായത്തിലെ പണം സമ്പാദിക്കുന്നവനാണ്. നിത്യാദി വളരെയേറെ കാര്യങ്ങൾ മക്കളെ ഓർത്ത് അഭിമാനിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഒത്തിരിയേറെ പേർ തങ്ങൾക്ക് ഇങ്ങനെ ഒരു മകൻ ലഭിച്ചല്ലോ എന്നോർത്ത് വിഷമിക്കുകയും ഭാരപ്പെടുകയും ചെയ്യും. കാരണം അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. ദാവീദിന്റെയും പ്രാർത്ഥന അതായിരുന്നു: ദൈവമേ, എന്റെ മക്കൾ അവിടുത്തെ സന്നിധിയിൽ ഒലിവ തൈകൾ പോലെയാകണം. ദാവീദ് അത് തന്നെ പ്രാർത്ഥിച്ചു. ഞാനും ദൈവത്തിന്റെ സന്നിധിയിൽ ഒലിവ തൈ പോലെ ബലപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ ബലപ്പെട്ടിരിക്കുന്ന, പുഷ്ടി പ്രാപിച്ചിരിക്കുന്ന ഒരു ഒലിവ തൈ ആകണമെന്നാണ് ദാവീദ് താല്പര്യപ്പെട്ടത്. ആ താല്പര്യം തന്നെയാണ് തന്റെ മക്കളെ കുറിച്ചും ദാവീദിനുണ്ടായത്. സ്തോത്രം. അതുകൊണ്ട് 53-ാം സങ്കീർത്തനം അല്ലെ, 53-ാം സങ്കീർത്തനത്തിൽ ഏതൊരു അപ്പനും മക്കളും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ദാവീദ് തന്നെ പ്രാർത്ഥിക്കുന്ന 52-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യം: ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകും. ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം. യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, അവൻ ദൈവസന്നിധിയിൽ വലിയവനാകും. പ്രിയമുള്ളവരെ, ലോകരുടെ മുമ്പ് രാഷ്ട്രീയത്തിൽ മറ്റു ചില കാര്യങ്ങളിൽ വലിയവനാകുമല്ല, മറിച്ച് ദൈവസന്നിധിയിൽ വലിയവനായാൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുവാൻ തക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഞാനോ ദൈവത്തിന് മുമ്പാകെ തഴച്ചിരി അല്പമായ തടസ്സമുണ്ടായി, ദയവായി ക്ഷമിക്കണമേ. എന്നാൽ
സ്വന്തമായിട്ട് ദൈവത്തിന്റെ മുൻപാകെ തഴച്ചിരിക്കുന്ന തഴപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നത്തേതിൽ ദാവീദ് തന്റെ മക്കളെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളിൽ തന്നെ ദൈവത്തോട് പറയുന്ന ഒരു കാര്യം, ദൈവമേ എന്റെ ആൺമക്കൾ 144 സങ്കീർത്തനത്തിന്റെ 12 വാക്ക്, ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ, ഞാൻ യഹോവയുടെ ആലയത്തിൽ തഴയ്ക്കുന്നത് പോലെ ദാവീദ് ആഗ്രഹിക്കുകയാണ് എന്റെ മക്കളും തഴച്ചു വളരണം. അതെപ്പോഴാ? ബാല്യത്തിലെ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഒലിവ തൈകൾ പോലെ എന്റെ കുഞ്ഞുങ്ങളും തഴച്ചു വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവർ ഇംഗ്ര വിളിക്കാനും സിന്താവ വിളിക്കാനും ഇടിക്കട്ടെ എടുക്കാനും പിച്ചാത്തി എടുക്കുവാനുമല്ല, മറ്റൊരുത്തിന് അപകടപരമായിത്തീരുന്ന വാഹനം ഓടിക്കുവാനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ആയുധമെടുക്കുവാനല്ല എന്റെ കുഞ്ഞുങ്ങൾ ആകേണ്ടത്. എന്റെ മക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ തഴച്ചു വളരണമെന്ന് ദാവീദ് ആഗ്രഹിക്കുകയാണ്. അത് പുത്രന്മാരെ കുറിച്ച്. അപ്പോൾ പുത്രിമാരെ കുറിച്ച് മാത്രമേ ഉള്ളൂ താല്പര്യം. പല അപ്പനും അമ്മയ്ക്കും ആൺമക്കളെ മാത്രമാണ്, അവരിലാണ് നന്മ കാണുന്നത്. അതുകൊണ്ട് പെൺമക്കളെ പഠിപ്പിക്കാത്തവരും പെൺമക്കൾക്ക് നന്മ കൊടുക്കാത്തവരും ഒത്തിരിയേറെ മാതാപിതാക്കൾ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പെൺകുഞ്ഞുങ്ങളെ ഹറാസ് ചെയ്യുക, അവരെ കളിയാക്കുക, ആ തരത്തിൽ പോകുന്നതായ അപ്പന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്നാൽ ഇവിടെ ആൺമക്കളോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത് ദാവീദിനോട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ദാവീദ് പറയുകയാണ്, ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ ഇരിക്കട്ടെ. പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ദാവീദ് പറഞ്ഞത്. അങ്ങനെയാണ് എന്റെ പെൺമക്കൾ അരമനയുടെ തൂണുകളായിരിക്കണം. അതൊരു സാധാരണ പില്ലറായി പോരാ, കൊത്തിയെടുത്ത ഡെക്കറേറ്റഡ് പില്ലേഴ്സ്. അത് പിരിയം പിടിച്ചും മുടി മുന്നോട്ട് മുറിച്ചിട്ടും ഹൈ ഹീൽ ഷൂവും ഹൈ നെക്കും ഹൈ ടെക്കുമായി നടക്കുന്ന ലോകത്തിന്റെ മുൻപാകെയുള്ള ഉന്നതനായി തീരുവാനല്ല, മറിച്ച് സ്തോത്രം, അവർ അരമനയുടെ മാതിരിയായി കൊത്തിയ ഡെക്കറേറ്റഡ് പില്ലർ സ്റ്റോൺസ് ആയിരിക്കും, കോർണർ സ്റ്റോൺ. ദാവീദ് ഉദ്ദേശിച്ചതാണ്, ദൈവമേ എന്റെ വീടിന്റെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മൂലത്തൂണ് മക്കളായിരിക്കും, പെൺമക്കൾ. മൂലത്തൂണുകൾ മറിഞ്ഞു പോയാൽ ആ കെട്ടിടം മുഴുവൻ പാടെ മറിഞ്ഞു പോകും, പാടെ തകർന്നു പോകും. അങ്ങനെയെങ്കിൽ എന്റെ കുടുംബം നശിക്കുവാൻ വേറെ ഒന്നും വേണ്ട, പെൺപിള്ളാർ, എന്റെ പെൺകുഞ്ഞുങ്ങൾ വല്ലാതായാൽ മതി. അതുകൊണ്ട് കർത്താവെ എന്റെ പെൺകുഞ്ഞുങ്ങൾ വല്ലാതെ ആകരുത്. അവരൊരു മാതിരി വളർന്നു വന്നാൽ പോരാ, പിന്നെയോ അവര് ഡെക്കറേറ്റഡ് ആയിരിക്കും, താലന്തുള്ളവരായിരിക്കും, അവർ പഠിക്കുന്നവരായിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം. അവർ പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് സഹായവും ഉദവിയും ചെയ്യുന്നവരായിരിക്കണം. ദൈവമേ അവിടുന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അവരുടെ മാതാപിതാക്കളായ ഞങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, സഭയ്ക്ക്, പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി തീരണമേ എന്ന് ദാവീദ് തന്റെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് താല്പര്യപ്പെട്ടു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയും പെൺമക്കൾ അങ്ങനെ ആയിത്തീരുവാൻ തക്കണം ഇടയായിത്തീരട്ടെ. നോക്കുക, ഇവിടെ യോഹന്നാനെ കുറിച്ച് പറയണം, അവൻ വലിയവനാകും, എന്നിട്ടോ അവൻ വീഞ്ഞും മദ്യവും കുടിക്കത്തില്ല. ഇന്ന് വളരെയേറെ ആളുകൾ വീഞ്ഞിനും മദ്യത്തിനും അടിമകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. മുൻകാലങ്ങളിൽ പെന്തക്കോസ്ത് എന്ന അനുഭവത്തിൽ വന്നവരൊന്നും മദ്യപിക്കുന്നവരായിരുന്നില്ല. വന്നവർ എന്നല്ല, വന്നതിന് ശേഷം വന്നവരൊക്കെ മഹാമദ്യപാനികളായിരുന്നവരാണ്. ഞങ്ങൾ വിശ്വാസി വരാൻ കാരണം എൻ്റെ പിതാവിൻ്റെ മദ്യപാനമാണ്, ഞങ്ങളുടെ പിതാവിൻ്റെ മദ്യപാനമാണ്. ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, പോകാവുന്നിടത്തെല്ലാം പോയി, ചൊല്ലാവുന്ന ചൊല്ലുകൾ ചൊല്ലി, പ്രാർത്ഥനകൾ നടത്തി, ദാനങ്ങൾ ചെയ്തു, അഹോരാത്രം അതിനുവേണ്ടി പണിപ്പെട്ടു. എന്നാൽ അതെല്ലാം വൃഥാവായപ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ് അത് മാർവോട് ചേർത്തണച്ച് വീടാന്തോറും കയറി ഇറങ്ങി പ്രശ്നത്തിന്റെ പരിഹാരത്തിന് പ്രാർത്ഥിക്കുന്ന പാവസാധുക്കളായ ദൈവദാസിമാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആ പ്രാർത്ഥനയിൽ
ദൈവം ഞങ്ങളെ തൊട്ടു, ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി, മാനസാന്തരപ്പെട്ടു, ദൈവകൃപയിൽ കടന്നു വരാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അതിനവന്റെ പിതാവിനെ രൂപാന്തരപ്പെടുത്തി. അതിനുശേഷം എൻ്റെ പിതാവ് മദ്യപിച്ചിട്ടില്ല. സ്തോത്രം. നാടൻ ഭാഷയെ പറഞ്ഞ ഭൂലോക മദ്യപാനിയായി. എന്നാൽ യേശു കർത്താവിനെ കണ്ടുമുട്ടി ദൈവം അതിനൊരു മാനസാന്തരം ഉണ്ടായതിന് ശേഷം മരണം വരെ എൻ്റെ അച്ചാച്ചൻ കള്ളുകുടിച്ചിട്ടില്ല. എന്നാൽ ദുഃഖത്തോട് പറയട്ടെ, മാനസാന്തരപ്പെടാത്തവരായി ഇന്ന് ഈ സമൂഹത്തിൽ ചില പലരും മദ്യപാനികളാണ്. എന്നാൽ ഇവിടെ ഇതാ യോഹന്നാനെ കുറിച്ച് പറയണം, അവൻ വീഞ്ഞും മദ്യവും കുടിക്കുന്നില്ല. മദ്യപാനിയാകാത്തൊരു മകനെ ലഭിച്ചു ആ മാതാപിതാക്കൾക്കായി. അങ്ങനെയെങ്കിൽ എൻ്റെ നിങ്ങളുടെ മക്കൾ മദ്യവും വീഞ്ഞും കുടിക്കുന്നവരായി തീരാതെ, ലോകത്തിന് ഭാരവും പ്രയാസവും ഉണ്ടാകാത്തവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. എന്നിട്ട് ഈ യോഹന്നാനെ കുറിച്ച് പറഞ്ഞ പ്രവചനമാണ് വീണ്ടും ഒന്ന് തുടങ്ങിയതാണ്. അടുത്ത് പറയുകയാണ്, അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയും. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ അപ്പോസ്തലനായ യൂദാ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ എഴുതിയതായ ഒരു ഭാഗമുണ്ട്. നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണം, ലഭിച്ച കൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ടി ജാഗരിക്കണം, ജാഗ്രത കുറവുണ്ടാകരുത്. സ്റ്റോപ്പ്. അങ്ങനെ വന്ന് ജാഗ്രത കുറവുണ്ടായ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, പരാമർശിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഗബ്രിയേൽ ദൂതൻ തന്നെ വന്ന് അപ്പനായ സുഖരിയാവിനോട് പറയുകയാണ്, നിന്റെ മകൻ ഇങ്ങനെ നിന്നെ വിധമാനായിരുന്നു. എന്നിട്ടോ പരിശുദ്ധാത്മാവോട് നിറയും, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. ഇതെല്ലാം നടന്നു, അനേകർ തിരിച്ചു വന്നു. പക്ഷെ യോഹന്നാന്റെ ഭാഷ അത്ര നല്ലതല്ലായിരുന്നു. ഭാഷാശുദ്ധിയുള്ള പ്രസംഗമല്ലായിരുന്നു യോഹന്നാന്റെ. വേഷം കൊണ്ടും ഭാഷ കൊണ്ടും യാതൊരു ആകർഷണത്വവും ഇല്ല. പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിന് മുകളിലുള്ളതായ ആ തോല് പോലെയായിരുന്നു. വേഷമല്ലാത്തത്, ഭക്ഷണരീതി വല്ലാത്തത്, സംസാര രീതി ഒട്ടും ശരിയല്ലായിരുന്നു ലോകർ മുമ്പാകെ യോഹന്നാന്റെ സംസാര രീതി. അദ്ദേഹം ഇങ്ങനെ വിളിച്ചത്, സർപ്പസന്തതികളെ, വരാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളോട് പറഞ്ഞതാരാ, ഉപദേശിച്ചത് ആരാ? സർപ്പസന്തതി എന്നാണ് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു കോൺഗ്രിഗേഷൻ, ഒരു കൂട്ടായ്മയിൽ, ഒരു യോഗത്തിൽ വന്ന ഒരാളോട്, ഒരു മകനോടോ മകളോടോ ഒരു സഹോദരനോടോ സഹോദരനോട് സർപ്പസന്തതിയെ എന്ന് വിളിക്കാമെങ്കിൽ എത്ര പേര് അപ്പോൾ തുടങ്ങി പിന്നത്തെ യോഗത്തിന് വരും? അപ്പോഴേ സ്ഥലം കാലിയാണ്. ഇവിടെ പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ പറയുന്നത് സർപ്പസന്ധി എന്ന് പറഞ്ഞാൽ സർപ്പം പോകുന്നത് നേരെയല്ല, വളഞ്ഞു പൊളഞ്ഞു പോവാം. അപ്പൊ നേരെ ചൊവ്വേ നടക്കാത്തവന്റെ സന്തതി എന്നാണ് വിളിച്ചത്. ആ അപ്പന്മാരെ പോലെ അമ്മയെ പോലെ ഭോഷ്കിന്റെ പിതാവായ പിശാച് പറയുന്ന പോലെ നിങ്ങളുമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശരിയാകണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീന്നാണ് പറഞ്ഞത്. മാനസാന്തരപ്പെടാൻ മാത്രമല്ല, നിങ്ങൾ മാനസാന്തരപ്പെട്ടുവെങ്കിൽ അതിന് യോഗ്യമായ ഫലം കായ്ക്കണം. അടുത്തൊന്നായ ആളുകൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ചുങ്കക്കാരോട് നിങ്ങളോട് പറഞ്ഞതിലോ അധികം ഒന്നും പിരിക്കരുത്. 1:9 വെച്ച് പിരിച്ചുകൊണ്ടിരിക്കുക. ജനത്തെ ചൂഷണം ചെയ്യാൻ ചുങ്കക്കാർ. ആ സമയത്ത് ചുങ്കക്കാരോട് സ്നാപക യോഹന്നാന് പറയാനുള്ളത്, ദൂത് പ്രാഹിയായ പറയാനുള്ളത്, നിങ്ങളോട് പറഞ്ഞതിൽ അധികം ഒന്നും പിരിക്കരുത്. അവർ പറഞ്ഞു ഓക്കെ, സമ്മതിച്ചു. അടുത്ത പട്ടാളക്കാർ വന്നു, ഇന്നത്തെ പോലീസ്. അവർ ചോദിച്ചു, സാർ ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, ആരെയും കയ്യേറ്റം ചെയ്ത് ആരുടെ മേലും മൂന്നാമറ ഉപയോഗിക്കരുത്. കുറ്റം തെളിയിക്കുവാൻ കുരിച്ചു നിർത്തി നാട് പിടിച്ച് വെള്ളമാക്കരുത്, കുഴമ്പാക്കരുതെന്ന്, കിടക്കയിലിട്ട് ഉരുട്ടരുതെന്ന് പറഞ്ഞു, തല്ലിക്കൊന്നേച്ച് കെട്ടിത്തൂക്കരുതെന്ന് പറഞ്ഞു, കയ്യേറ്റം ചെയ്യരുത്. എന്നിട്ടോ നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെക്കണം. നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെക്കണം. കൈക്കൂലി വാങ്ങരുത്. അകാരണമായി ഒരുവിനെ പീഡിപ്പിക്കരുത്. ഇന്ന് കൊടുക്കേണ്ട സാധനം 4 ദിവസത്തിനപ്പുറം നടത്തിയേച്ച് കാണേണ്ട പോലെ കാണണമെന്ന് പറഞ്ഞ് അതിന് കൈക്കൂലി വസൂലാക്കുന്ന പരിപാടി ഇന്നുള്ളത് മാത്രമല്ല, വന്നേ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കൈക്കൂലി വാങ്ങരുത്. അടുത്തുള്ളവർ ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, നിങ്ങൾ 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. ചുരുക്കത്തിൽ അനേകരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം യോഹന്നാനെ ഉപയോഗിച്ചു. പറഞ്ഞ പോലെ സംഭവിച്ചു.
അടുത്ത് പറഞ്ഞു പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അടുത്ത് പറഞ്ഞു അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി, യേശുവിന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടുകൂടി നടത്തും. വളരെ ശക്തമായ ഒരു പ്രവചനമാണ്, ദൂതാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു. തുടക്കത്തിൽ വളരെ ശക്തമായി ദൂത് പറയുവാൻ ഇടയായി തീർന്നു. പക്ഷെ ഈ ലഭിച്ച ദൂതിന് നിൽക്കുവേണ്ടി നിന്ന് പോരാടുവാൻ തക്കണം യോഹന്നാന് സാധിച്ചില്ല. കർത്താവിനെ കുറിച്ച് യോഹന്നാൻ വലിയ ഏറെ കാര്യങ്ങൾ പറയുവാൻ തക്കണം ഇടയായി തീർന്നു. അതിനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. അതിലൊന്നതാണ് യോഹന്നാൻ 1:36 പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. കടന്നു പോകുന്ന യേശുവിനെ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. മറ്റൊരു ഭാഗത്ത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. സ്നാനപ്പെടുവാൻ നിൽക്കുന്ന സമയത്ത് ആളുകൾ അടുത്ത് വന്ന് പരീക്ഷന്മാർ അവനോട് ചോദിച്ചിട്ട് വാക്യമുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ അയക്കപ്പെട്ടവർ പരീക്ഷന്മാരുടെ കൂട്ടത്തിലുള്ളതായിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, പ്രവാചകമല്ല എന്ന് പറയുക, നീ സ്നാനം കഴിപ്പിക്കുന്നതിന് എന്ന് ചോദിച്ചതിന് യോഹന്നാൻ പറഞ്ഞ മറുപടി, ഞാൻ വെള്ളത്തിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. എന്റെ പിന്നാലെ വരുന്നത് തന്നെ അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. നോക്കൂ, എത്ര ഭയങ്കരമായ സ്റ്റേറ്റ്മെന്റ് ആണ് യോഹന്നാൻ നൽകിയത്. കർത്താവിനെ കുറിച്ചുള്ള ഭയങ്കര കാര്യമാണ് വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെയെല്ലാം പറഞ്ഞുവെങ്കിലും പിന്നത്തേതിൽ യോഹന്നാൻ പതുക്കെ പതുക്കെ പുറകോട്ട് പോകാൻ തുടങ്ങി. ആരെക്കുറിച്ച് പറയാനാ യോഹന്നാനെ അയച്ചത്? യോഹന്നാൻ വന്നത് യേശുവിനെ കുറിച്ച്. ആ കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞു. എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ കാലിൽ ചെരുപ്പിന്റെ വള്ളിയൊന്നും ഒഴിക്കാൻ യോഗ്യം. അതുപോലെ അവൻ വലിയവനാണ്. മറ്റു പറഞ്ഞു, അവനോ വളരണം, ഞാനോ കുറയണം. കർത്താവിനെ ഉയർത്തി, കർത്താവിന് വേണ്ടി വഴിയൊരുക്കി, സ്റ്റേജ് വേണു, വേദികൾ ഒരുക്കി യോഹന്നാൻ. എന്നാൽ ആ വന്ന കർത്താവിനോടൊപ്പം ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കാതെ യോഹന്നാൻ തന്റെ ഒറ്റ മിഷനുമായിട്ട് മുന്നോട്ട് പോയി എന്ന് നാം കാണുന്ന വേദപുസ്തകത്തിൽ. യോഹന്നാന്റെ വീഴ്ചയുടെ കാര്യം അതാണ്. ഏകാംഗ പ്രസ്ഥാനം, ഏകാന്ന് പറയുന്നത് ഒറ്റ പ്രസ്ഥാനമായി. അദ്ദേഹം എനിക്ക് തോന്നുന്നു അന്ന് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ പുള്ളി രജിസ്റ്റർ ചെയ്ത് കാണും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരുമായി പോയി ചെന്ന് ഐനോലിൽ സ്നാനം കഴിപ്പിക്കുകയാണ്. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. കർത്താവ് ശിഷ്യന്മാരോട് സ്നാനപ്പെടുത്തുക. ഐനോനിൽ ഒരു കരയിൽ കർത്താവ് ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തുമ്പോൾ കർത്താവ് സ്നാനപ്പെടുത്തിയില്ല, ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയുള്ളൂ. മറുകരയിൽ യോഹന്നാനെ സ്നാനപ്പെടുത്തുക. ആർക്ക് വേണ്ടി പറയാൻ വന്നു? ആ ആള് വന്ന ശേഷം യോഹന്നാൻ വേറെ സ്നാനോടെ നിൽക്കുക. വേറെ എന്നെല്ലാം ഒറ്റയ്ക്ക് നിൽക്കുക, കർത്താവിനോട് ചേർന്നിട്ടില്ല. തിരുവനന്തപുരം ഇങ്ങനെ വായിക്കുന്നത്, മുന്തിരിവള്ളി കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഫലകരമായി പ്രവർത്തിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചെത്തിപിടിപ്പാക്കുന്നു, കവാത്ത് നടത്തും. അധികം ഫലം അവ കൊമ്പുകളോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ വള്ളിയിൽ നിന്ന് ഫലമുണ്ടാകത്തുള്ളൂ. സാക്ഷാത്തായ ജീവന്റെ കൊമ്പായ യേശു കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ യോഹന്നാൻ തന്നെ ഒറ്റ പ്രസ്ഥാനമായി മാറി നിൽക്കുക. സ്നാനപ്പെടുത്തുന്നുണ്ട് പല പരിപാടികളും. അപ്പോൾ തന്നെ യോഹന്നാൻ കർത്താവിനോട് ചേർന്നില്ലെങ്കിലും യോഹന്നാന്റെ ശിഷ്യന്മാർ പലരും കർത്താവിനോട് ചേർന്നു. അതാണ് നമുക്ക് കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ദാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് കേട്ട മാത്രം രണ്ടുപേര് യോഹന്നാനെ വിട്ടിട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. ശിഷ്യന്മാർ കർത്താവിന്റെ പിന്നാലെ പോയിട്ടും യോഹന്നാൻ അപ്പോഴും പോയവരൊക്കെ പോകട്ടെ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക. യോഹന്നാനിൽ വല്ലാത്തൊരു ആത്മാവ് വ്യാപരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ശക്തമായി പ്രവർത്തിക്കുക. അനേകരെ തിരിച്ചു വരുന്ന പറഞ്ഞ പോലെ അന്നത്തെ ഹെരോദ രാജാവ് ചെയ്ത പാപത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ വളരെ ശക്തമായി വിളിച്ചു പറഞ്ഞു. കൊട്ടാരത്തിന്റെ അകത്തള്ളം വെച്ചെന്ന് പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. നിന്റെ സഹോദരന്റെ ഭാര്യയാണ് നിന്നോടൊപ്പം ഉള്ളത്, വിട്ടുകളയാൻ പറഞ്ഞു. ഈ പാപം നീ ചെയ്യരുത്, ഇത് അധർമ്മമാണ്. ഒരു രാജാവ് ചെയ്യാൻ പാടില്ല, പ്രജകൾ ചെയ്യാൻ പാടില്ല, പിന്നെ രാജാവ് ചെയ്യാൻ പറ്റുമോ? അനീതിയാണ്. രാജാവ് ഇങ്ങനെ ചെയ്താൽ
പ്രജകൾ എന്താ അത്ര അധികമായി ചെയ്യും. അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഹെരോദ രാജാവ് വരണ്ടുപോയി, പേടിച്ചുപോയി. നീതിമാനായ യോഹന്നാന്റെ മുമ്പിൽ പതറിപ്പോയി. പക്ഷേ അദ്ദേഹത്തോടൊപ്പം കൂടിയ സഹോദരന്റെ ഭാര്യയ്ക്ക് വലിയ പതർച്ചയൊന്നും ഉണ്ടായില്ല. ഇവിടെ ഇതൊക്കെ എത്ര കണ്ടിരിക്കും, ഞാനിത് ഇത്ര കണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ആ ദുഷ്ട സ്ത്രീ അതിന്റെ പ്രേരണയാൽ ഒരവസരം വന്നു. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ഡാൻസ് കണ്ടതാണ്. വേറെ ദിവസത്തിൽ അതിലേക്ക് തീങ്ങുന്നില്ല. ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഹെരോദാവ് വിളിച്ചു പറഞ്ഞു, അന്ന് ഡാൻസ് ചെയ്തത് അദ്ദേഹം ഈ തട്ടി മാറ്റിക്കൊണ്ടുവന്നതായ സഹോദര ഭാര്യയുടെ പുത്രൻ, അല്ലെങ്കിൽ സഹോദരന്റെ പുത്രിയാൽ അപ്പന് മുമ്പിൽ കൊച്ചപ്പന്റെ മുമ്പിൽ ഡാൻസ് കളിച്ചു. അതിന് സന്തോഷ സൂചകമായി എന്ത് വേണമെന്ന് ചോദിച്ചു. ആ പെൺകൊച്ചിന് എന്നാ വേണം? 10-14 വയസ്സുള്ള പെൺകുട്ടിയോട് ചോദിക്കും, എന്നാ വേണം മോളെ? രാജ്യത്തിന്റെ പകുതി കാര്യം തരാൻ പറഞ്ഞു. നമുക്ക് എന്ത് കൊടുക്കാനാ? എന്നാൽ ആ പെൺകുട്ടി എന്ന അമ്മയോട് ചോദിച്ചു, അമ്മച്ചി ഞാൻ എന്നാ ചോദിക്കണ്ടേ? ഇത് ചിറ്റപ്പ സ്റ്റെപ്പ് ഫാദർ ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ എന്നാ പറഞ്ഞു? സ്റ്റെപ്പ് ഫാദർ ചോദിക്കും എന്നാണ്? ആ കുടലയായ സ്ത്രീ, ദോഷക്കാരിയായ സ്ത്രീ പറഞ്ഞു, ഒരു കാര്യം, ഒറ്റ കാര്യം മതി, യോഹന്നാൻ സ്നാപകന്റെ തലയിൽ മേടിച്ചോണ്ടാണ്. ആ കുഞ്ഞെന്തിനാ? അങ്ങനെ യോഹന്നാൻ സ്നാപകൻ തടവിലായിരിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം നടന്നു. തടവിൽ കിടന്ന യോഹന്നാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ യേശു കർത്താവ് കൂടെ വരും. യേശുവിനേക്കാൾ 6 മാസം പ്രായത്തിന് മൂപ്പുള്ളവൻ. യേശുവിനോടൊപ്പം ചെറിയ പ്രായത്തിൽ കളിച്ചു നടന്നൊന്നും എഴുതിയിട്ടില്ല. കാരണം അത് എഫ്രൈം മലനാട്ടിലാണല്ലോ. അവിടെ യോഹന്നാന്റെ കളിക്കൂട്ടുകാരനൊന്നും അറിയില്ല. എന്നാലും യേശുവിന് വേണ്ടി വഴി പറഞ്ഞാൽ വേദി ഒരുക്കിയ യോഹന്നാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ അമ്മയുടെ ചർച്ചക്കാർത്തിയായ യേശു, ഞാൻ ഉയർത്തി പറഞ്ഞ യേശു, ഞാൻ ആർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, ആ യേശു വന്ന് എന്നെ രക്ഷിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോഴും യേശു കർത്താവ് അവിടെ ചെന്നില്ല. ആ സമയത്ത് തന്റെ ശിഷ്യന്മാരിൽ ഒരുവനെ വിളിച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ അടുക്കൽ ചോദ്യം ഇതാണ്, വരാനുള്ളവൻ നീയാണോ അതോ വേറൊരുത്തൻ വരുമോ? അത്രയും നാൾ ശക്തമായി യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചവൻ, സാക്ഷി പറഞ്ഞവൻ, യേശുവിന് വേണ്ടി വൻകാര്യങ്ങൾ, കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തവൻ, ഇപ്പോൾ സ്വന്തം ജീവൻ അപകടത്തിലായി തടവിലായി കഴിഞ്ഞപ്പോൾ തന്റെ വിശ്വാസവും പറച്ചിലും എല്ലാം ഒക്കാതെ വന്നു, പതറിപ്പോയി. തടവിൽ കിടന്നുകൊണ്ടിരിക്കുന്ന നീയാണോ അതോ വേറൊരുത്തം വരുമോ? ഞങ്ങൾ വേറൊരുത്തന് വേണ്ടി കാത്തിരിക്കണം. പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇമാതിരി പരിശോധനകൾ കടന്നു വരും. വിശ്വസിച്ച, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച, വചനം പ്രസംഗിക്കുന്ന എനിക്കും വചനം കേൾക്കുന്ന നിങ്ങൾക്കും എന്നെ പോലെ സമാനമായി വേറെ ദിവസം പ്രസംഗിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ കടന്നു വരുവാൻ കണ്ണുവിടയായി ചെയ്യും. അവിടെ നമുക്ക് പറയാനുള്ളതാണ്, വിശ്വാസം നായകനും പൂർത്തിവരുത്തലുമായ യേശു കർത്താവിനെ നോക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് ആ വിശ്വാസത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. UP, മധ്യപ്രദേശിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വടക്കേ കോണുകളിൽ എല്ലാം വിശ്വാസത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവർ, വിശ്വാസം സ്വീകരിച്ചവർ തള്ളിക്കളഞ്ഞേച്ച് ഖർവാപ്പുസി പഴയ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള വലിയ നിർദ്ദേശങ്ങളും കൽപ്പനകളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിൽ, എന്തിന് ക്രിസ്തീയ രാജ്യം എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ, UK-യിൽ വചനം ശരിക്കും പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടോ? കോടതി ഉൾപ്പെടെ, സ്കൂൾ ഉൾപ്പെടെ പല ഭാഗത്തൊന്നും വേദപുസ്തകം മാറ്റിക്കഴിഞ്ഞു. ആ രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും പാപത്തിന്റെ ആഴത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. പാപത്തിൽ ആഴത്തിലേക്ക് അവർ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വിശ്വാസം പലരുടെയും ചോർന്നു പോവുകയാണ്. മക്കളുടെ പാപം കണ്ടിട്ട്, മാതാപിതാക്കളുടെ പിന്മാറ്റം കണ്ടിട്ട്, അകൃത്യം കണ്ടിട്ട്, പ്രസംഗിക്കുന്നവരുടെ പ്രസംഗവും ജീവിതവും തമ്മിൽ ഒത്തുവരാത്തത് നിമിത്തം, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, മനുഷ്യരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഉയർത്തുവാൻ അല്ല ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഈ പ്രസംഗം, എന്റെ സുവിശേഷ വേല എനിക്ക് വളരെ താങ്ങും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ ഓർക്കുന്ന എന്റെ സെൻട്രൽ പാസ്റ്റർ ബെഞ്ചമിൻ തോമസ്, പ്രിയ കർത്തദാസൻ ഇന്ന് ഈ മീറ്റിംഗിൽ
ഇത് കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അതുപോലെ പല പ്രിയപ്പെട്ടവരും ഇതിനാമീൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഈ എളിയവൻ ഇതുവരെയുള്ള ജീവിതത്തിൽ പറയാൻ കഴിയുന്നത്, പ്രസംഗിക്കുന്നത് പോലെ ജീവിപ്പാൻ എന്നെ കൊള്ളാവോളം ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് കുറവുകളോ കുറ്റങ്ങളോ വന്നുവെങ്കിൽ എൻ്റെ ദൈവത്തോടും എൻ്റെ ഭാര്യയോടും ആ ഭാഗത്ത് നിലവ് പ്രാപിച്ചിട്ടാണ് പിന്നത്തെ ഞാൻ പ്രസംഗിക്കാനായി പോകുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ സഭയിൽ ദൈവം ശുശ്രൂഷിച്ചപ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഞങ്ങളുടെ ഇളയ മകൾ, ഞങ്ങൾക്ക് 3 മക്കളാണ്, ഇളയ മകൾ അക്സാമോടെ കല്യാണം നടക്കുന്നത്. ആ കല്യാണം കഴിഞ്ഞ് ആ ആഴ്ചയിൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ചർച്ച വന്നപ്പോൾ ശനിയാഴ്ചയായിരുന്നു കല്യാണം. ഞായറാഴ്ച സഭായോഗം നടക്കുക. പെരുമ്പാവൂരിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങളും സഭാവിശ്വാസികളെല്ലാം വാഹനത്തിൽ തിരിച്ചു വരുവാനിടയായി തോന്നുന്നു. ഞായറാഴ്ചത്തെ ആ സമയത്ത്, ഞായറാഴ്ച സാക്ഷ്യപര സമയത്ത് ഞങ്ങളുടെ ചർച്ചയിലെ ഒരു സഹോദരി എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ ഈ ദിവസം, അവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച സഹോദരിയാണ്, ഞാൻ ഈ ദിവസങ്ങളിൽ ഈ സഭയിലേക്ക് വരാനിടയായി തീർന്നു. ഇവിടുത്തെ പാസ്റ്ററുടെ പ്രസംഗം കേട്ടു, ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകത തോന്നി. പക്ഷെ ഞാൻ അതിനകത്ത് ഒത്തിരി ഒബ്സർവ് ചെയ്യാനിടയായി. ഈ മനുഷ്യൻ പറയുന്ന പോലെ തന്നെയാണോ അദ്ദേഹത്തിന്റെ ജീവിതം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എല്ലാ കോണുകളിലും ഞാൻ നോക്കാനിടയായി. അപ്പോഴാണ് മകളുടെ കല്യാണം വന്നത്. അത് ഞാൻ നന്നായി ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇദ്ദേഹം പ്രസംഗിക്കുന്ന പോലെ തന്നെയാണ് മകളുടെ കല്യാണവും നടത്തിയതെന്ന്. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെ വാച്ച് ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുപാട് കൊണ്ട് നമ്മുടെ വിശ്വാസം പോലെയാണോ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രസംഗം പോലെയാണോ നമ്മുടെ വിശ്വാസം, ആ വിശ്വാസം ഒത്തവണ്ണം ആയിരിക്കുന്നുവോ എന്ന് നമ്മെ നോക്കുന്ന കണ്ണുകൾ ഒത്തിരി നമ്മുടെ ചുറ്റുമുണ്ട്. ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വസിക്കുകയും സ്നാനമേറ്റ് മുന്നോട്ട് വന്നവരെ, നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ വന്ന പാളിച്ചകൾ വന്നുവെങ്കിൽ അനേകർ പിന്മാറിപ്പോകാനിടയായി തീരും. ഒത്തിരിയേറെ സംഭവങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സമയം എന്റെ മുന്നിൽ അതിവേഗം ഓടിപ്പോകുന്നുണ്ട്. അനേകരുടെ സാക്ഷ്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇന്ന് അനേകർ ദൈവഭാഗത്ത് കടന്നു വരാത്തതിന് കാരണം ഞാനും നമ്മളെപ്പോലുള്ള പ്രവൃത്തികൾ കൊണ്ടാണ്. എന്നാൽ അത് ശരിയായി ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന് ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന് പ്രസംഗിച്ചതായ യോഹന്നാൻ സ്നാപകൻ തന്റെ ജീവിതത്തിലെ പ്രയാസവും പ്രതികൂലവും വന്നപ്പോൾ ആ പ്രതികൂലത്തിന് മുമ്പിൽ അദ്ദേഹം പതറിപ്പോയി. വിശ്വാസം ചോർന്നുപോയി. താന് യേശുവിനോട് ചോദിക്കാൻ കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്. സ്തോത്രം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നു, അവനെങ്കിൽ ഇടറിപ്പോയി. സ്വർഗരാജ്യത്തിൽ യോഹന്നാൻ എല്ലാരെക്കാളും ചെറിയവനായി മാറി. പ്രിയമുള്ളവരെ, ഇതിനുശേഷം, ഈ സംഭവങ്ങൾ കേട്ടതിന് ശേഷമാണ് കർത്താവിന്റെ അർത്ഥ സഹോദരനായ യൂദായി യാക്കോബ് എല്ലാം വിശ്വാസം വരുന്നത്. യേശു കർത്താവിന്റെ ജീവിതകാലത്ത് അവരാരും വിശ്വാസത്തിൽ വന്നില്ല, യേശുവിനെ പിൻപറ്റുവാൻ ഇടയായി തീർന്നില്ല. അതുകൊണ്ടാണ് കർത്താവിനെ യോഹന്നാന്റെ പക്കൽ മറിയെ ഏൽപ്പിക്കേണ്ടി വന്നത്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്നു. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവിന്റെ സഹോദരന്മാരും തന്റെ ശിഷ്യന്മാരായി മാറി. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ അവർ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ കാണുന്ന കർത്താവിന്റെ അമ്മ മറിയ അവന്റെ സഹോദരന്മാരും ആ പ്രാർത്ഥനാ മുറിയിലുണ്ടായിരുന്നു. മർക്കോസിന്റെ മാളിമുറി, സഹീവൻ മാളിക മുറിയിൽ. അവിടെ വെച്ച് അഭിഷേകം പ്രാപിച്ച യാക്കോബും യൂദായും എല്ലാം യേശു കർത്താവിന്റെ പിൻഗാമികളായി മാറി, വക്താക്കളായി മാറി. അങ്ങനെ യേശുവിന്റെ പിന്നാലെ എത്തിച്ചേർന്ന യൂദ അപ്പോസ്തലൻ വളരെ ശക്തമായി വേദനയോടെ ഭാരത്തോടെ പറയുകയാണ്, യോഹന്നാനോളം വലിയവൻ ആരും ഭൂമിയിൽ വന്നിട്ടില്ല. ആ യോഹന്നാൻ ചെറിയവനായി പോയെങ്കിൽ, പ്രിയമുള്ളവരെ, ക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരെ, അവനാൽ സൂക്ഷിക്കപ്പെട്ടവരെ, അവന് വേണ്ടി കരുതിയിരിക്കുന്നവരെ, നിങ്ങളുടെ പക്കൽ ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രബോധിപ്പിച്ചിരുന്നു. ഞങ്ങളെ കേൾക്കുന്ന ഏവരെയും ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ ധന്യമായി അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ പ്രശ്നം, വിശ്വാസത്തിൽ പോരാട്ടം ഉണ്ടാകുമ്പോൾ, പരിശോധന വരുമ്പോൾ പിന്മാറിപ്പോകാതെ
കർത്താവിന് വേണ്ടി നിലനിന്ന് ഫലം കായ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധേയവർക്ക് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസൻ തന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനത്തെ കർത്താവ് സഹായിക്കണമേ. കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിക്കാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം. എക്സോഡസ് മീഡിയ മിനിസ്ട്രിക്കായി സ്തോത്രം. പാസ്റ്റർ ബാബു മാത്യു അദ്ദേഹത്തോടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കേൾവിക്കാരെ, കാഴ്ചക്കാർക്കായി സ്തോത്രം. ഫോർവേഡിനർക്കായി എല്ലാവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ. സാന്നിധ്യം കൂട്ടിക്കണമേ. നാമത്തെ മഹത്വപ്പെടുത്തണമേ. വരവ് താമസം പിന്നെയും ഒരുമിച്ച് കൂടി അവിടുത്തെ വരം ധ്യാനിപ്പാനും ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വത്തിനായി ചെയ്യണം. മശിഹാമൂലം ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്ന ദൈവം ഉണ്ടായി കേൾക്കണമേ. സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. എല്ലാവർക്കും വന്ന ദൈവമായ കർത്താവേ സഹായിക്കാൻ അനുഗ്രഹിക്കണമേ. ഗോഡ് ബ്ലെസ് യു ആൾ. പ്രാർത്ഥന കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.